പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്കെതിരായി രാജ്യവ്യാപക ഭാരത് ബന്ദ് തുടരുന്നതിനിടെ വീണ്ടും മറ്റൊരു ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ പാർട്ടികളാണ് സംസ്ഥാനത്ത് ഈ മാസം 24-ന് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ബദ്ലാപൂരിൽ 3-4 വയസ്സുള്ള 2 പെൺകുട്ടികളെ സ്കൂൾ ജീവനക്കാരൻ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബന്ദ്. കോൺഗ്രസ്, NCP, ശിവസേന എന്നീ പാർട്ടികളടങ്ങുന്ന മഹാവികാസ് അഘാഡി സഖ്യമാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബദ്ലാപൂരിലെ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കെതിരായ ലൈംഗികാതിക്രമ കേസ് അതിവേഗം അന്വേഷിക്കണമെന്നും ഇരകൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കണമെന്നും ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട സ്കൂളിന് BJP നേതാക്കളുമായി ബന്ധമുണ്ടെന്നും താക്കറെ അവകാശപ്പെട്ടിട്ടുണ്ട്. ശുചിമുറിയിൽ വെച്ച് സ്കൂളിലെ സ്വീപ്പർ 4 വയസ്സുള്ള 2 പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ചൊവ്വാഴ്ച ബദ്ലാപൂർ സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്കുകൾ തടഞ്ഞു. ഇതോടെ ലോക്കൽ ട്രെയിൻ സർവീസുകൾ വൻതോതിൽ തടസ്സപ്പെടുകയും ചില ദീർഘദൂര ട്രെയിനുകൾ വഴി തിരിച്ചുവിടുന്നതിനും ഇടയാക്കി. 9 മണിക്കൂറിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ലാത്തിചാർജ് നടത്തിയാണ് പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയത്. ബദ്ലാപൂരിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും സ്കൂളുകൾ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിഷേധത്തിന്റെയും തുടർന്നുള്ള അക്രമത്തിന്റെയും പശ്ചാത്തലത്തിൽ നഗരത്തിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി DCP സുധാകർ പത്താരെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നഗരത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന പ്രതിഷേധത്തിനിടെ റെയിൽവേ സ്റ്റേഷനിലും ബദ്ലാപൂരിന്റെ മറ്റു ഭാഗങ്ങളിലും കല്ലേർ ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിഷേധങ്ങളിൽ 17 സിറ്റി പോലീസ് ഉദ്യോഗസ്ഥർക്കും 8ഓളം റെയിൽവേ പോലീസുകാർക്കും പരിക്കേറ്റതായും അക്രമവുമായി ബന്ധപ്പെട്ട 72 പേരെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതായും പോലീസ് വ്യക്തമാക്കി. ക്രമസമാധാന പാലനത്തിനായി ടൗണിൽ അധിക പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും നഗരത്തിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓഗസ്റ്റ് 17-നാണ് കിൻഡർഗാർട്ടനിലെ 2 വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് സ്കൂളിലെ ഒരു അറ്റൻഡറെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സ്കൂളിലെ ടോയ്ലറ്റിൽ വെച്ച് ഇയാൾ പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്.